കൂട്ടുകാരെ, എല്ലാവർക്കും നിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഒക്കെ ഇരിക്കുക കേട്ടോ. ഓവുലേഷൻ കഴിഞ്ഞ് എപ്പോൾ മുതൽ പ്രഗ്നൻസി ലക്ഷണങ്ങൾ ഉണ്ടാകും, ഏതൊക്കെ തരം പ്രഗ്നൻസി ലക്ഷണങ്ങൾ ഉണ്ടാകുമൊക്കെ എന്നറിയാൻ വേണ്ടിയിട്ട് അന്വേഷിച്ച് നടക്കുന്നവരാണ് നമ്മളെല്ലാവരും തന്നെ. കൂടുതലായിട്ടും ആളുകൾ ഇത് ചെയ്യുന്നത് പ്രഗ്നൻസി ആകുമ്പോൾ എന്തെങ്കിലും ശരീരത്തിലെ മാറ്റങ്ങളുണ്ടോ, ലക്ഷണങ്ങളുണ്ടോ എന്നൊക്കെ എളുപ്പത്തിൽ തിരിച്ചറിയാനായിട്ട് വേണ്ടിയിട്ടാണ്. അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലിൽ ഇതിനോടകം ഞാൻ ചെയ്തിട്ടുണ്ട്. ഏർലി പ്രഗ്നൻസി സിംറ്റംസ് എന്നൊരു പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ വീഡിയോസും കാണാനായിട്ട് സാധിക്കും. ഒരുപാട് പേര് പറയുന്നുണ്ട് ഈ വീഡിയോസൊക്കെ കണ്ടിട്ട് ചേച്ചി ബോഡി കെയർ ചെയ്തു, ലക്ഷണങ്ങൾ കണ്ടപ്പോൾ ബോഡിയിലെ ഓരോ കാര്യങ്ങളും ശ്രദ്ധിച്ചു, അങ്ങനെ വന്നിട്ട് പ്രഗ്നൻസി പോസിറ്റീവായി എന്നുള്ള ഹാപ്പിനെസ് ഷെയർ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളും നിങ്ങളുടെ ശരീരത്തിനെ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളും നിങ്ങളുടെ ശരീരത്തിനെ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യുക. കാരണം പ്രിമെൻസ്ട്രൽ സിംറ്റംസും അതുപോലെ തന്നെ PCODയുടെ ബുദ്ധിമുട്ടൊക്കെ ഉള്ളവർക്ക് ഏർലി പ്രഗ്നൻസി ലക്ഷണങ്ങളെ എളുപ്പത്തിൽ വേർതിരിച്ചറിയാനായിട്ട് സാധിക്കില്ല. അങ്ങനെയുള്ളവർക്ക് ഏർലി പ്രഗ്നൻസി സിംറ്റംസ് എന്ന് പറയുന്ന നമ്മുടെ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാ പ്രഗ്നൻസി ലക്ഷണങ്ങളെ പറ്റിയിട്ടും ഒരു ക്ലിയർ കട്ട് ആയിട്ടുള്ള ഒരു അവയർനെസ് ലഭിക്കുക കേട്ടോ. അപ്പോൾ അത് നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിരിക്കും. ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കാനായിട്ട് പോകുന്നത് ഓവുലേഷൻ കഴിഞ്ഞിട്ട് ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ, അല്ലെങ്കിൽ ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യാനായിട്ടുള്ള ഒരു ആഗ്രഹം ഹസ്ബൻഡ് പ്രകടിപ്പിച്ചാലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാഹചര്യം കൊണ്ട് അങ്ങനെ ചെയ്യേണ്ടി വന്നാലോ നിങ്ങൾക്കുണ്ടാകുന്ന, പ്രഗ്നൻ്റ് ആണെങ്കിൽ മാത്രം നിങ്ങൾക്കുണ്ടാകുന്ന ഡിസ്കംഫേർട്സിനെ പറ്റിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു 6 ഡിസ്കംഫേർട്ടിനെ പറ്റിയിട്ട് ഞാൻ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഓവുലേഷൻ കഴിഞ്ഞിട്ടുള്ള സമയങ്ങളിൽ ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യാനേ പാടില്ല എന്നാണ് നമ്മൾ പൊതുവേ പറയാറ്. കാരണം ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യുന്നത് പലർക്കും പീരീഡ്സ് നേരത്തെ വരുന്നതിനും, ഏകദേശം പീരീഡ്സ് അടുക്കെയുള്ള ദിവസങ്ങളിൽ കോണ്ടാക്ട് ചെയ്യുന്നത് പീരീഡ്സ് നേരത്തെ വരുന്നതിനും, ചിലർക്ക് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നത് യൂട്രസിന് കോൺട്രാക്ഷൻസ് ഉണ്ടാകുന്നതിനും പ്രഗ്നൻസി നഷ്ടമാകുന്നതിനും ഒക്കെ കാരണമാകുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ പ്രഗ്നൻ്റ് ആണെങ്കിൽ അനുഭവപ്പെടുന്ന ഒരു ഡിസ്കംഫോർട്ടാണ് വജൈനൽ ഡ്രൈനസ് എന്ന് പറയുന്നത്. പ്രഗ്നൻ്റ് ആകുന്ന സമയത്ത് നമ്മളുടെ ശരീരത്തിലെ ഹോർമോൺ ഫ്ലക്ച്വേഷൻസ് കൊണ്ടും മൂഡ് സ്വിങ്സ് കൊണ്ടും നമുക്ക് കോർട്ടിസോൾ എന്ന് പറയുന്ന ഒരു സ്ട്രെസ് ഹോർമോൺ പ്രൊഡ്യൂസ് ആവുന്നുണ്ട്. അതുപോലെ തന്നെ ശരീരത്തിലെ പ്രൊജസ്ട്രോൺ ഹോർമോണിന്റെ അളവ് കൂടുന്നതും നിങ്ങൾക്ക് വജൈനൽ ഡ്രൈനസ് അനുഭവപ്പെടുന്നതിന് കാരണമാകുന്നു. വജൈനൽ ഡ്രൈനസ് കൂടുതലായിട്ട് ഏർലി പ്രഗ്നൻസി സ്റ്റേജിൽ നിങ്ങൾക്ക് അനുഭവപ്പെടുകയാണെങ്കിൽ ഒട്ടുമിക്ക ആളുകൾക്കും തന്നെ ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യാനായിട്ടുള്ള ഒരു താല്പര്യം ഉണ്ടാവില്ല. കാരണം വജൈനൽ ഡ്രൈനസ് കൂടുന്നതിനനുസരിച്ച് നമുക്ക് അവിടെ ലൂബ്രിക്കേഷൻസ് നഷ്ടമാകുന്നു. ലൂബ്രിക്കേഷൻ നഷ്ടമായി കഴിഞ്ഞാൽ ആ ഒരു പ്രോസസ്സ് നമുക്ക് ഒട്ടും എൻജോയബിൾ ആയിരിക്കില്ല, ഭയങ്കര പെയിൻഫുള്ളും ആയിരിക്കും. അങ്ങനെ ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യാനായിട്ടൊരു ആഗ്രഹം വരുമ്പോൾ നിങ്ങളിൽ മനസ്സിൽ അല്ലെങ്കിൽ ഒരു ഡ്രൈനസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഡ്രൈനസ് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത് പ്രഗ്നൻസി ആയതിൻ്റെ കൂടി ഒരു സൂചനയായിരിക്കും കേട്ടോ. അടുത്തൊരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത്, നിങ്ങൾ പ്രഗ്നൻ്റ് ആകുന്ന സമയത്ത് നിങ്ങളുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങളിലോട്ടും ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നുവെന്ന് നേരത്തെ തന്നെ ഒരുപാട് വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നോർമലി ഉണ്ടായിരുന്ന ബ്ലഡ് സർക്കുലേഷൻ അപേക്ഷിച്ച് ഒരു 30 to 40% വരെയെങ്കിലും നിങ്ങളുടെ ബ്ലഡ് സർക്കുലേഷൻ പ്രഗ്നൻ്റ് ആകുമ്പോൾ വർദ്ധിക്കാറുണ്ട്. ഇതിൻ്റെ ഭാഗമായിട്ട് സാധാരണയായിട്ട് നമുക്ക് ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യാനായിട്ട് ഒരു ഫോർപ്ലേ നടത്തി വരുമ്പോഴേക്കും നമ്മളുടെ ശരീരത്തിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന കുറച്ച് ഭാഗങ്ങളുണ്ട്. ഇവ നമ്മുടെ വജൈനൽ പോർഷൻ ആണെങ്കിലും, നമ്മുടെ ബ്രസ്റ്റ് ആണെങ്കിലും, നമ്മുടെ നിപ്പിൾ ആണെങ്കിലും, അതുപോലെ തന്നെ നമ്മുടെ നെക്കിൻ്റെ പോർഷൻ, ഈ ഓരോ പോർഷൻ നമുക്ക് സ്റ്റിമുലേറ്റ് ചെയ്യാനായിട്ട്, അതായത് ഹസ്ബൻഡിനെ സ്റ്റിമുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്ന നമ്മുടെ ശരീരത്തിലെ അവയവങ്ങളാണ്. ഈ ഓരോ അവയവങ്ങളിലോട്ടും ബ്ലഡ് സർക്കുലേഷൻ കൂടുമ്പോഴേക്കും ഇതെല്ലാം സെൻസിറ്റീവ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരുപാട് വേദനയും അനുഭവപ്പെടുന്നു. ഓവുലേഷൻ കഴിഞ്ഞിട്ട് വളരെ നേരത്തെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു പാർട്സിൽ വേദനയും ബുദ്ധിമുട്ടും ഒക്കെ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ പ്രഗ്നൻസി ആയതിൻ്റെ കൂടി ഒരു സൂചനയായിരിക്കും കേട്ടോ. അടുത്തതെന്ന് പറയുന്നത് പെൽവിക് പെയിൻ ആണ്. പെൽവിക് എന്ന് പറയുന്ന ഒരു ശരീരഭാഗം നമുക്ക് സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ ഇടുപ്പിൻ്റെ ഭാഗത്താണ്. ഈ ഒരു ഭാഗത്ത് നമുക്ക് പ്രഗ്നൻ്റ് ആകുന്ന സമയത്ത് യൂട്രസ് വികസിക്കുന്നതനുസരിച്ചിട്ട് നമുക്ക് വേദന പെൽവിക്കിൻ്റെ ഭാഗത്തും അതുപോലെ ബാക്ക് പെയിൻ ആയിട്ടും നിങ്ങൾക്ക് അനുഭവപ്പെടാം. ഇങ്ങനെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഡിസ്കംഫേർട്ട് നമുക്ക് സെക്സ് ചെയ്യുന്ന സമയത്തും അനുഭവപ്പെടുന്നു. കാരണം പെൽവിക്ക് അതിനനുസരിച്ച് പെൽവിക്കിന് ചുറ്റുമുള്ള മസിൽസും ലിഗമെൻസും ഒക്കെ സ്ട്രെച്ച് ആകാനായിട്ടും ആ എക്സ്പാൻഡ് ആവുന്ന യൂട്രസിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളുടെ ശരീരത്തിൽ റിലാക്സിൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ പ്രൊഡ്യൂസ് ആവുന്നത് കൊണ്ടും നമ്മളുടെ ശരീരത്തിലെ ജോയിൻസിലും അതുപോലെ പെൽവിക് ഭാഗങ്ങളിലുമൊക്കെ നിങ്ങൾക്ക് വേദനയും ഡിസ്കംഫേർട്ടും ഒക്കെ അത് ചെയ്യുന്ന സമയത്ത് അനുഭവപ്പെടാം കേട്ടോ. അടുത്തൊരു ബുദ്ധിമുട്ട് നിങ്ങൾക്കുണ്ടാവുന്നത് വയറിലാണ്. നിങ്ങളുടെ പ്രഗ്നൻ്റ് ആകുന്ന സമയത്ത് ഡൈജഷൻ സ്ലോ ആകുന്നതിൻ്റെ ഭാഗമായിട്ട് വയറിൽ എപ്പോഴും ഒരു കനം പോലെയും ഭാരം പോലെയും അതുപോലെ നമുക്ക് വേദനയും അസ്വസ്ഥതയും ഒക്കെ പ്രഗ്നൻ്റ് ആകുന്ന സമയത്ത് തന്നെ പലർക്കും ഫീൽ ചെയ്യുന്നുണ്ട്. ഈ ബുദ്ധിമുട്ട് ആ ഫസ്റ്റത്തെ ട്രൈമസ്റ്ററിലെ ഫസ്റ്റത്തെ മാസങ്ങളിലൊക്കെ എന്ന് പറയുന്നത് വളരെയധികം കൂടുതലായിരിക്കും. ഇതിൻ്റെ ഡിസ്കംഫേർട്ട് നിങ്ങൾക്ക് നിൽക്കുന്നത് കൊണ്ട് ഫിസിക്കൽ കോണ്ടാക്ട് നിങ്ങൾക്ക് എൻജോയ് ചെയ്യാനായിട്ട് പറ്റാതെ വരിക. അതുമാത്രമല്ല യൂട്രസിൽ എക്സ്പാൻഡ് ആവുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് അവിടെ കുത്തുന്നത് പോലെയും കൊളുത്തി
വലിക്കുന്നത് പോലെയും ഇടയ്ക്കിടയ്ക്ക് വേദനകൾ വന്നു പോകുന്നു. ഈ ഡിസ്കംഫോർട്ടുമായിട്ടും നിങ്ങൾക്ക് പൊരുത്തപ്പെടാൻ കുറച്ച് സമയം എടുക്കുന്നത് കൊണ്ട് തന്നെ ഏർലി സ്റ്റേജ് നിങ്ങൾക്ക് ഒരിക്കലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാതായിട്ട് വരുന്നു. അടുത്ത പ്രശ്നം നിങ്ങൾക്ക് ഉണ്ടാവുന്നത് ഫിസിക്കൽ കോൺടാക്ട് നിങ്ങൾ ഓവുലേഷൻ കഴിഞ്ഞിട്ട് ചെയ്യുകയാണെങ്കിൽ, രണ്ടുപേർക്കും ഇഷ്ടത്തോടെയും താല്പര്യത്തോടു കൂടി നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ആ സമയത്ത് നിങ്ങൾ ചെയ്യുമ്പോഴേക്കും നോർമലി സെമൻ അകത്തേക്ക് പോയിട്ട് കുറച്ച് നമുക്ക് പുറത്തേക്ക് വരാറുണ്ട്. കുറച്ച് ലീക്കിംഗ് ഉണ്ടാകുന്നത് നോർമൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ പ്രഗ്നൻസി ആകുന്ന സമയത്ത് നിങ്ങൾക്കുണ്ടാകുന്ന ആ ഒരു ലീക്കേജിൻ്റെ അളവെന്ന് പറയുന്നത് നോർമലി ഉണ്ടാകുന്നതിനേക്കാളും വളരെയധികം കൂടുതലായിരിക്കും. കാരണം നമ്മുടെ സെർവിക്സ് ഓൾറെഡി ക്ലോസ്ഡ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇതിനകത്തേക്ക് പ്രവേശിക്കാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് നമുക്ക് ലീക്കേജ് പുറത്തേക്ക് വരുന്ന സെമൻ്റെ അളവിന് അതിനനുസരിച്ച് തന്നെ ഇൻക്രീസ് ഉണ്ടാവാനായിട്ടും ചാൻസസ് ഉണ്ട്. അതുപോലെ തന്നെ സെർവിക്സ് ക്ലോസ്ഡ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് സെമൻ നിങ്ങളുടെ ആ ഒരു വജൈനയിൽ വെച്ച് തന്നെ നശിച്ചു പോകാനായിട്ടും ചാൻസ് ഉണ്ട് കേട്ടോ. അടുത്തൊരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് പ്രഗ്നൻ്റ് ആയിട്ടുള്ള ഒരുപാട് സ്ത്രീകൾ ഫേസ് ചെയ്തിട്ടുള്ള ഒരു ഡിഫിക്കൽട്ടിയാണ്. അതായത് സ്മെൽ അവേർഷൻ. നമുക്ക് ചില സ്മെല്ലുകളോട് ഒട്ടും പൊരുത്തപ്പെടാനായിട്ട് പറ്റാതെ വരിക. ഇപ്പോൾ ഫിസിക്കൽ കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഹസ്ബൻഡ് അടുത്ത് വരുമ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ സ്മെല്ല് നിങ്ങൾക്ക് പറ്റാതെ വരിക, അല്ലെങ്കിൽ മറ്റേതെങ്കിലും സെമൻ്റെ സ്മെല്ലാണെങ്കിലും അല്ലെങ്കിൽ ഒന്നും തന്നെ നിങ്ങൾക്കൊന്ന് അഫോർഡ് ചെയ്യാനായിട്ടും അതുപോലെ സപ്പോർട്ട് ചെയ്യാനായിട്ടും പറ്റാത്ത ഒരു സിറ്റുവേഷൻസ് ഉണ്ടാവുക. ചില സ്ത്രീകളുണ്ട് പ്രഗ്നൻസിയുടെ ഫുൾ ട്രൈമസ്റ്ററും ഹസ്ബൻഡിനെ അവരുടെ അടുത്തേക്ക് ഇൻറ്റിമേറ്റ് ആവാനായിട്ട് സമ്മതിച്ചിട്ടില്ല. കാരണം അവർക്ക് ആഗ്രഹമുണ്ടെങ്കിൽ കൂടി തന്നെയും ആ ഒരു സ്മെൽ അവേർഷൻ എന്ന് പറയുന്നൊരു സിറ്റുവേഷൻ, ആ വൊമിറ്റ് ചെയ്യുക, എക്സസ് ആയിട്ട് വൊമിറ്റ് ചെയ്യുന്ന പല സ്ത്രീകൾക്കും ഹസ്ബൻഡ് അടുത്ത് വരുന്നത് പോലും ഒട്ടും ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല കേട്ടോ. അപ്പോൾ ഇത്രയുമാണ് പ്രഗ്നൻ്റ് ആകുന്ന ഒരു സമയത്ത് ഒരു സ്ത്രീക്ക് ഫിസിക്കൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അനുഭവപ്പെടുന്ന ഒരു ഡിസ്കംഫേർട്ട്സ് എന്നൊക്കെ പറയുന്നത്. നോർമലി ഇത്രയും ഡിസ്കംഫേർട്ട് ഉണ്ടെങ്കിലും ചില സ്ത്രീകൾക്ക്, വളരെ ചുരുക്കം ചില സ്ത്രീകൾക്ക് പ്രഗ്നൻസിയുടെ ആ ഒരു ഫുൾ ട്രൈമസ്റ്റർ വരെ ഫിസിക്കൽ കോൺടാക്ട് ചെയ്യാനായിട്ട് താല്പര്യം കൂടി വർദ്ധിക്കാറുണ്ട്. അങ്ങനെ ഉണ്ടാകുന്നതിന് കാരണം നമ്മൾ പ്രഗ്നൻസി ആകുമ്പോഴേക്കും സെർവിക്സിലോട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ പലർക്കും ഒരുപാട് വരാറുണ്ട്. ഈ ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നതിൻ്റെ ഭാഗമായിട്ട് സെർവിക്കൽ മ്യൂക്കസ്, അതായത് ഒരു ലൂബ്രിക്കേഷനായിട്ട് ഉള്ള ഒരു ഡിസ്ചാർജ് പലർക്കും കൂടുതലായിട്ട് വരാറുണ്ട്. ഈ ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നതിൻ്റെ ഭാഗമായിട്ട് അതുകൊണ്ട് തന്നെ ഒരുപാട് പേർക്ക് ഫിസിക്കൽ കോൺടാക്ട് ചെയ്യാനായിട്ടുള്ള ഒരു താല്പര്യവും വർദ്ധിച്ച് കാണുന്നുണ്ട്. നിങ്ങൾ ഓവുലേഷൻ കഴിഞ്ഞിട്ടുള്ള സമയങ്ങളിൽ മാക്സിമം ഫിസിക്കൽ കോൺടാക്ട് ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ചെയ്യുന്നുണ്ടെങ്കിൽ അത് സ്ത്രീയുടെ കൺസെൻറ്റോട് കൂടി മാത്രമാണെന്നുള്ള കാര്യം പുരുഷന്മാർ ഉറപ്പുവരുത്തണം കേട്ടോ. ഫിസിക്കൽ കോൺടാക്ട് ചെയ്യുമ്പോൾ ഇത്രയും ലക്ഷണങ്ങൾ ഉണ്ടാകുമെന്ന് പറഞ്ഞതുകൊണ്ട് ഈ ലക്ഷണങ്ങൾ ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് ആരും തന്നെ ഫിസിക്കൽ കോൺടാക്ട് ചെയ്ത് നോക്കാനായിട്ട് പാടില്ല. അതായത് തുടർച്ചയായിട്ട് ചെയ്ത് നോക്കാനായിട്ട് പാടില്ല. ആ ഒരു കാര്യത്തെ പറ്റി തിങ്ക് ചെയ്യുമ്പോഴും ഇൻ കേസ് നിങ്ങൾക്കത് ചെയ്യേണ്ടി വന്നാലും നിങ്ങൾക്കുണ്ടാകുന്ന ശരീരത്തിലെ പ്രധാനപ്പെട്ട മാറ്റങ്ങളെ പറ്റിയിട്ടാണ് ഈ ഒരു വീഡിയോയിൽ സംസാരിച്ചത്. ആ മാറ്റങ്ങൾ നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഓവുലേഷൻ കഴിഞ്ഞിട്ടുള്ള സമയങ്ങളിൽ എസ്പെഷ്യലി നിങ്ങളുടെ ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ ഫിസിക്കൽ കോൺടാക്ട് ചെയ്യുന്നത് പൂർണ്ണമായിട്ടും അവോയ്ഡ് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. അതിനങ്ങോട്ടേക്കുള്ള പിന്നീടുള്ള ഒരു സെക്കൻഡ് ട്രൈമസ്റ്ററിലും തേർഡ് ട്രൈമസ്റ്റർ ഒരു പരിധി വരെയും നിങ്ങൾ കോൺടാക്ട് ചെയ്യുന്നത് കൊണ്ട് യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.